കത്തിക്കകത്ത് ആദ്യം. അടിപൊളിയായിട്ട് മുറിയുന്നുണ്ട് കേട്ടോ. രമാൻറ്റി സ്പോൺസർ ചെയ്തതാണ് ഈ കത്രിക. രമാൻറ്റി വെച്ചാൽ മുത്തു ചേച്ചിയുടെ അമ്മ. ഇതാ ഈ ജനലിൻ്റെ ഇടയിൽ കാണാൻ പറ്റും. അടുക്കളയിലാണ്. അതെങ്ങനെ എടുത്താ തീയതി? ഈ മീൻ നിങ്ങളുടെ നാട്ടിലുണ്ടോ ഗൈസ്? എല്ലാ നാട്ടിലും ഉണ്ട്. ഇല്ല, എറണാകുളത്ത് കിട്ടൂല. വേറെ എന്തെങ്കിലും പേര് പറയുമായിരിക്കും. ഈ മീൻ കിട്ടാത്തത് അവിടെ കിട്ടും. പക്ഷെ അവിടെ കോഴിക്കോട് കിട്ടണത് ഇവര് തൊലി എടുക്കില്ല. ഗൾഫിലൊന്നും തൊലി എടുക്കൂല, നമ്മൾ തൊലി എടുക്കും. ഇവിടെ എല്ലാ തന്നെയും തൊലി എടുക്കും. അയലയിൽ വരെ തൊലി എടുക്കും. അയലയിലെ തൊലി എടുക്കണതാണ് പാട്. കപ്പയും കാന്താരി എന്ന് പറയുന്നത് കപ്പയും കൊഴിയാണ്. അതെ. മത്തി കിട്ടിയില്ല. മത്തി എനിക്ക് അത്ര പിടിച്ചില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചു. ഒരു നടുവില്ലാത്ത മത്തിക്ക് നടുവില്ല. വേസ്റ്റ് എടുത്തിട്ട് മീൻ തറ വെച്ചു. ഇവളാരാ ഇവള്? നമുക്ക് കൊണ്ട് കളയാൻ വെള്ളത്തോട് ഓൾറെഡി രണ്ട് വെള്ളം നമ്മൾ കഴുകിയായിരുന്നു കേട്ടോ. ഉപ്പിട്ടും കൂടെ കഴുകിയിട്ട് പിന്നെയും കഴുകി, കാരണം ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ മാറാൻ വേണ്ടി. ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മള് വർത്താനത്തിലായി പോയി. എന്താ ഗസ്റ്റ് വന്നിരുന്നു സംസാരിച്ചോണ്ട്. അതെ. നമുക്ക് വരഞ്ഞെടുക്കാം, എങ്കിലേ മസാലയൊക്കെ ഉള്ളിലോട്ട് പിടിക്കത്തുള്ളൂ. തൃശ്ശൂരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ശ്രീമൂഴിക്കുളത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന കപ്പയാണിത്. നമ്മുടെ കിഴങ്ങെന്നാണ് പറഞ്ഞ കപ്പയെന്നൊന്നും നമ്മളിവിടെ പറയൂല. പക്ഷെ ഇത് കേടായി. നല്ല ഭാഗം നോക്കി എടുത്താൽ മതി. ഇത് തൃശ്ശൂരല്ലേ ജില്ല? ഇത് എവിടെയെന്ന് പറഞ്ഞത്? ശ്രീമൂഴിക്കുളം. അവിടെ നിന്ന് മേടിച്ച കപ്പയാണ്. ഇന്ന് വന്നിട്ട് ഒരാഴ്ച കപ്പയാണ്. പക്ഷെ വേറെ സീനൊന്നുമില്ല കേട്ടോ, നല്ല കപ്പ. ഇടയ്ക്ക് കുറച്ച് കേട്, അത് അവിടെ നിന്ന് മേടിച്ചപ്പോഴേ ഉള്ളതാണ്. നോക്കി എടുക്കാത്തതുകൊണ്ടുള്ള ഒരു എല്ലാം സെറ്റ് സാധനം. അതെ. ഇത് നമ്മൾ കിഴങ്ങും മീൻ പൊരിച്ചതും നമ്മളെ കിഴങ്ങ് മുളക് ഉടച്ചത്. നമ്മളെ കിഴങ്ങ് കണ്ട ചന്നം പിന്നെ വെട്ടി തകർക്കണത്. ആരുടെയെങ്കിലുള്ള ദേഷ്യമൊക്കെ ഇങ്ങനെ തീർത്തോ? മുത്തൂസ് കക്കൂസ് ആണ് ഫേമസ്. നിക്കറിടാത്ത വവാലിട്ട പേരാണ്. എന്നെ ചിക്കൂസ് കക്കൂസ് എന്ന് വിളിക്കും. അപ്പോൾ ഇതാ ഗായ്സ്, നമ്മൾ കിഴങ്ങ് വെട്ടി കഴിഞ്ഞേക്കുവാണ്. ഇനി നമ്മളിത് നല്ല രീതിയിൽ കഴുകി ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ അവിച്ചെടുക്കുക ഗായ്സ്. ഓക്കെ, ഇത് നേരെ എടുത്ത് നമുക്ക് ഈ സാധനങ്ങളൊക്കെയാണ് ഗൈസ് വേണ്ടത്. അതായത് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് മീൻ വറുക്കുന്നതിൽ ചേർക്കാൻ കുറച്ച് കച്ചവടം. ഓക്കെ.
വെളുത്തുള്ളി, കൊച്ചുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ശകല എണ്ണയും ചേർത്ത് പേസ്റ്റാക്കി ഇനി അതിലേക്ക് നമ്മളെ മീൻ ഇടാണ്. വരഞ്ഞു വെച്ചിരുന്ന മിക്സിട്ട് വല്ലേ. അത് കണ്ടോ മീൻ ഇതിലെല്ലാം ഇങ്ങനെ കുളിച്ച് കിടക്കുന്നത് കണ്ടോ. എടുക്കൂലെന്നറിയാം ഭയങ്കര സന്തോഷം. തിളയ്ക്കുന്ന ഗായ്സ് നമ്മുടെ കപ്പ താഴെ കിടന്ന് തിളച്ച് മറിയും. പിള്ളേരൊക്കെ ഉണ്ട് ഗായ്സ്, കണ്ടോ സ്കൂൾ വിട്ടിട്ടൊക്കെ നേരെ ഇഞ്ഞ് ഇറങ്ങി വന്നേക്കും എല്ലാം കൂടെ കൂട്ടത്തോട് പോയി. ഇത് നമ്മളെ ആദ്യക്കുട്ട, ഇത് നമ്മളെ ബാബച്ചി. എനിക്ക് എടുത്തപ്പോ വ്യക്തമായിട്ട് അങ്ങനെ നമ്മുടെ ഈ മീനും ആയിട്ടുണ്ട്. അതങ്ങനെ നമ്മളിതാ ഇങ്ങനെ കോരിയെടുക്കുകയാണ്. കോരിയെടുത്ത് വെച്ചു. കാരണം ഇനി നമ്മൾ അവിടുത്തെ നമുക്ക് ഇതിൻ്റെ സൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അമ്പലത്തിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ നമ്മൾ 5:30 മണിയായപ്പോൾ നമ്മുടെ ഈ പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അത് എല്ലാ അമ്പലത്തിൻ്റെ പാട്ടുണ്ട്. പിന്നെ ഞാൻ കരുതി എന്തായാലും വോയിസ് ഓവർ എടുക്കാമെന്ന്. അങ്ങനെയാണ്. അപ്പോൾ ആ മീനൊക്കെ എല്ലാം കോരി എടുക്കുന്നുണ്ട്. മീനെല്ലാം കോരി എടുത്തതിന് ശേഷം അതിലെ ഇത് പൊടിയുണ്ടല്ലോ അതും കോരിയെടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും അടുത്ത സെറ്റ് മീനും കൂടെ ഇട്ട് നമ്മൾ എല്ലാം സെറ്റാക്കി എടുക്കുക കേട്ടോ. നമ്മൾ കുറേ ആൾക്കാർ, നമ്മൾ തുടങ്ങിയപ്പോൾ 3 പേരേ ഉണ്ടായുള്ളൂ. പിന്നെ എൻ്റെ അമ്മ വന്നു, കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വന്നു, പിന്നെ അവർക്കെല്ലാവർക്കും കരുതണമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് മീൻ നമ്മൾ കോരി, രണ്ടാമത്തത് നമ്മളിതാ കോരിയെടുത്ത് ഇനി വെച്ചേക്കുവാണ്. വെച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ പെട്ടെന്നാണ് വരുന്നത് കട്ടൻ ചായ ഇടാമെന്ന്. കട്ടൻ ചായ മീൻസ് തേയില വെള്ളം എന്നൊക്കെ പറയും. നമ്മളിവിടെ കട്ടൻ ചായ എന്നാണ് പറയുന്നത്. കട്ടൻ ചായ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അത് പിന്നെ പെട്ടെന്ന് സെറ്റാക്കി കട്ടൻ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു. അപ്പോൾ തന്നെ പോയി സാധനങ്ങളൊക്കെ സെറ്റാക്കി അത് വെച്ചു. അത് തിളച്ചപ്പോൾ നമ്മൾ തേയില ഇട്ട് കൊടുത്തു. കുറേ കഴിഞ്ഞിട്ട് പഞ്ചസാര ഇട്ട് അത് തിളപ്പിച്ച് നമ്മൾ മാറ്റി വെച്ചു. അതിനിടയ്ക്ക് തന്നെ നമ്മൾ പുളിയും മുളകും ഞവിടി, പുളിയും ഉള്ളിയും വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഞവിടിയിട്ട് പിന്നെ നമ്മൾ ഇന്നുണ്ടാക്കിയ ഇന്നുണ്ടാക്കിയ പലഹാരം 4 മണി പലഹാരം എല്ലാം കൂടെ നമ്മളിതാ ഇങ്ങനെ പറക്കി വെക്കുവാണ്.